രാമചന്ദ്ര, രാക്ഷസി സ്ത്രീയാണെന്ന് വിചാരിച്ച് അവളെ സംഹരിക്കാതെ ആ ദുഷ്ടയെ ഭയപ്പെടുത്തി ഓടിക്കാമെന്ന നിന്റെ ചിന്ത വ്യർത്ഥമാണ്. കാമരൂപശക്തിയാർന്ന ഈ രാക്ഷസി വിവിധ രൂപങ്ങൾ ധരിച്ച് സാധാരണ ജനങ്ങൾക്കും ഋഷിമുനിമാർക്കും ശല്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇവളെ ഒരു സ്ത്രീ എന്ന അനുകമ്പ കാണിക്കാതെ ലോകകണ്ഠകി മഹാദുഷ്ടയെന്ന് മനസ്സിലാക്കി ഇവളെ സംഹരിക്കുക. അങ്ങനെ ആവട്ടെ ഗുരുവര്യ. മഹർഷേ, ലോകഖണ്ഡകിയായ താടകയെ ശ്രീരാമചന്ദ്രനാൽ സംഹാരം ചെയ്ത് ലോകോപകാരം ചെയ്തിരിക്കുന്നു. ശ്രീരാമചന്ദ്രന്റെ ശൗര്യപരാക്രമത്തെക്കുറിച്ചെല്ലാം തന്നെ അങ്ങേക്ക് നന്നായി അറിയാം. അനവധി അസ്ത്രപ്രയോഗങ്ങളെല്ലാം അദ്ദേഹത്തെ അഭ്യസിപ്പിച്ചാലും വരാനിരിക്കുന്ന മഹായുദ്ധങ്ങൾക്ക് അങ്ങയുടെ അസ്ത്രോപദേശം ഉപകാരമാവുന്നതാണ്. അങ്ങേക്ക് നന്മ ഭവിക്കട്ടെ. രാമ, ലക്ഷ്മണ, ശുഭമസ്തു. രാജകുമാരന്മാരെ, ഇതാണ് നിങ്ങൾ എടുത്തുയർത്തി തൊടുക്കേണ്ട മഹാപവിത്രമായ ശിവധനുസ്. ഇനി നിങ്ങൾക്കെല്ലാം ശക്തി പ്രകടനങ്ങൾ ആരംഭിക്കാം. അംഗദേശത്തെ അംഗരാജാവേ, അഖില രാജരാജശ്രേഷ്ഠരെ, ദക്ഷിണ രാജ്യത്തെ സിംഹാസനാധീശരരെ, രാജകുമാരന്മാരെ, മന്ത്രിവര്യരെ, മഹാരാജ, ഈ ദിവ്യധനുസ് തൊടാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ ഭാഗ്യം. ഇതല്ലാതെ മറ്റൊരു കാര്യവും നമ്മെ കൊണ്ട് സാധ്യമല്ല. മഹാപ്രഭു, ഈ മഹാധനുസ് ദർശിക്കുവാനും വന്ദിക്കുവാനും മാത്രമല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യുവാനാകില്ലെന്ന് നമുക്ക് തോന്നുന്നു പ്രഭു. നാം പിന്മാറുന്നു മഹാരാജൻ. മഹാരാജന് മംഗളം ഭവിക്കട്ടെ. ഗുരുവര്യന് നമോവാകം. മഹാരാജൻ, അങ്ങെന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുന്നതിനാൽ നാം എന്തെങ്കിലും സമാധാനം ചൊല്ലുവാൻ വേണ്ടിയാണ് മഹാരാജൻ നാം ആഗതനായത്. വളരെ നന്ദി ഗുരുദേവ. സീതാ സ്വയംവര ചിന്തകൾ നമ്മെ വളരെയേറെ ആകുലപ്പെടുത്തിയിരിക്കുന്നു. സ്വയംവരത്തിനായി ആഗമിച്ചിരുന്ന കുമാരന്മാരെല്ലാം ത്രയംബകം എടുത്തുയർത്താനാവാതെ മടങ്ങി. ഇങ്ങനെയായാൽ
ശിവധനസുയർത്തുവാൻ പ്രാപ്തനായ ശക്തിശാലി ഈ ഭൂമണ്ഡലത്തിൽ എങ്ങുമുണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്വയംവരത്തിന് വരുവാൻ സാധ്യതയുണ്ടോ? എല്ലാം ശുഭമായി നടക്കും. എന്നാൽ അതിനായി കുറച്ചുകൂടി നാം കാത്തിരിക്കണം. അങ്ങയുടെ വംശകീർത്തി, സീതയുടെ അസാമാന്യ ഗുണങ്ങളെല്ലാം ഇവ മനസ്സിലാക്കി മോഹിതനായി അനവധി രാജകുമാരന്മാർ ഉത്സാഹത്തോടെ നമ്മുടെ രാജകൊട്ടാരത്തിൽ വന്ന് ധനുഷ് പൊക്കാൻ കഴിയാതെ അശക്തരായി തിരികെ പോയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഒരു ശക്തിശാലി, സീതയ്ക്ക് അനുരൂപനായ വരൻ അധികം താമസിക്കാതെ ഉടനെ വന്ന് ധനുസ് ഉയർത്തി സ്വയംവരത്തിൽ വിജയിച്ച് സീതയെ മാംഗല്യം ചെയ്യുന്നതാണ്. അങ്ങനെയാവട്ടെ ഗുരുദേവ. അങ്ങരുളിയ ആ ശുഭദിനം അതിവേഗം ആഗമിക്കട്ടെ. കല്യാണമസ്തു. മുനിപുങ്കവ നമോ നമഃ. നമോ നമഃ. ദിവ്യാസ്ത്ര പ്രാപ്തിരസ്തു. താടകയെ വധിച്ച് നമുക്ക് ആനന്ദമുണ്ടാക്കിയ നിങ്ങൾക്ക് നാം ദിവ്യാസ്ത്രങ്ങളെപ്പറ്റി ചൊല്ലിത്തരാം. പൂജ്യരെ, അങ്ങ് ചൊല്ലിത്തരുന്ന ദിവ്യാസ്ത്ര മന്ത്രങ്ങളെല്ലാം പിന്നീട് നാം നമ്മുടെ സോദര ലക്ഷ്മണനും ചൊല്ലിക്കൊടുക്കാം മുനിവര്യ. തീർച്ചയായും ഉപദേശിച്ചു കൊടുക്കും. അതിനുശേഷം നിങ്ങൾ ഇരുവരും ചേർന്ന് രാക്ഷസരെ സംഹരിക്കണം. നാം ഇപ്പോൾ പൂർവാഭിമുഖമായിരുന്ന് നാം ഉപദേശിക്കുന്ന ദിവ്യാസ്ത്ര ബലാബലങ്ങൾ അറിയുക. രാമചന്ദ്ര, മുനിവര്യൻ വിശ്വാമിത്രൻ അങ്ങയ്ക്ക് ഉപദേശിച്ചു തന്ന അസ്ത്ര അതിദേവതകളാണ് ഞങ്ങൾ. ഞങ്ങളിപ്പോൾ അങ്ങയ്ക്ക് അടിമകളായി തീർന്നിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ആവട്ടെ. അങ്ങ് നമ്മുടെ മനസ്സിൽ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യ സന്ദർഭങ്ങളിൽ അവിടുത്തെ സേവകൾ നാം ചോദിച്ചു കൊള്ളാം. മാതാശ്രീ. തോഴി, വരൂ സീതേ, ഇരുന്നാലും. സീതേ, നമ്മോട് എന്തെങ്കിലും പറയുവാനുണ്ടോ? അതെ മാതാശ്രീ. അനസൂയ ദേവിയുടെ കഥ കേട്ടതിനു ശേഷം മറ്റു മഹാസ്ത്രീകളുടെ കഥകൾ കൂടെ കേൾക്കുവാൻ ആഗ്രഹമുണ്ട് മാതാശ്രീ. അങ്ങനെയോ? നാം ചൊല്ലിത്തരാം. ആ, മഹാമുനി വസിഷ്ഠരുടെ പത്നി മഹാസതി അരുന്ധതി ദേവിയെപ്പറ്റി ഇന്ന് ഞാൻ നിനക്ക് ചൊല്ലിത്തരാം. അരുന്ധതി സാമാന്യ സ്ത്രീയല്ല. അവളുടെ മഹിമയെപ്പറ്റി പറയുവാനാണെങ്കിൽ ഒരുപാട് ഉത്തമമായ കാര്യങ്ങളുണ്ട്. എന്നാൽ നിനക്ക് സ്വയംവരം നടക്കുന്ന ഈ സന്ദർഭത്തിൽ, വിവാഹശേഷം പതിയോടൊപ്പം ചെല്ലേണ്ടുന്ന ഈ സമയത്ത്, പതിവ്രതയായ സ്ത്രീയുടെ ശക്തി എന്താണെന്നറിയുന്നത് വിശേഷപ്പെട്ട കാര്യമാണ് സീതേ. മാതാശ്രീ, അരുന്ധതി ദേവിയും അനസൂയ ദേവിയെ പോലെ തന്റെ തപശക്തിയാൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുവോ? അതെ സീതേ, അരുന്ധതിയുടെ ശക്തി പരിശോധിച്ചറിഞ്ഞ് കൃപ ചെയ്തത് ആരാണെന്നറിയാമോ? ആരാണ് മാതാശ്രീ? വേറെ ആരുമല്ല, ത്രിനേത്രൻ, ത്രിശൂലപാണി, കൈലാസവാസിയായ ആ പരമേശ്വരൻ.
അങ്ങനെയോ? പരമേശ്വരൻ എങ്ങനെയാണ് അരുന്ധതി ദേവിയെ പരീക്ഷിച്ചത്? ചൊല്ലിത്തരാം. ഒരു വേള സപ്തഋഷികൾ വസിച്ച പ്രദേശങ്ങളിൽ നാശകാലമുണ്ടായി. സപ്തഋഷികൾ ആഹാരം അന്വേഷിച്ച് വേറെ പ്രദേശങ്ങളിലേക്ക് യാത്രയായി. അരുന്ധതിയെ ആശ്രമത്തിൽ ഉപേക്ഷിച്ചു പോയി. ഇങ്ങനെ കഷ്ടകാല സമയത്താണ് അരുന്ധതിയുടെ ആശ്രമത്തിലേക്ക് ആ പരമേശ്വരൻ ബ്രാഹ്മണരൂപം സ്വീകരിച്ചെത്തിയത്. അപ്പോൾ ഭവതി ഭിക്ഷാം ദേഹി. ഭവതി ഭിക്ഷാം ദേഹി. വിപ്രോത്തമന് നമോ നമഃ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മകളെ, നാം വിശന്ന് വന്നിരിക്കുന്നു. ഭക്ഷിക്കാൻ എന്തെങ്കിലും തന്ന് ഉപചരിച്ചാലും. വിപ്രോത്തമരെ, ദയവായി എന്നോട് ക്ഷമിച്ചാലും ഈ പ്രദേശത്തുണ്ടായ നാശനഷ്ടങ്ങളാൽ ആഹാര പദാർത്ഥങ്ങളെല്ലാം നശിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന സപ്ത ഋഷികളും ഗന്ധമൂലകങ്ങൾ തേടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. ഈ വിശക്കുന്ന വയറിന് എന്താഹാരം കിട്ടിയാലും നാം അത് ഭക്ഷിച്ച് സന്തുഷ്ടനാകും മകളെ. വിപ്രോത്തമനെ, അങ്ങനെയെന്നാൽ ഈ ഗ്രഹത്തിൽ കുറച്ച് കാട്ടുകിഴങ്ങുകൾ ഇരിപ്പുണ്ട്. അത് വേവിച്ചു തന്നാൽ മതിയോ? അങ്ങനെയാവട്ടെ മകളെ. ഞാൻ ഉടനെ തന്നെ ആ കിഴങ്ങുകൾ അങ്ങേക്ക് വേവിച്ചു തരാം. ദയവായി അകത്തേക്ക് വന്നാലും. മാതാശ്രീ, അരുന്ധതി ദേവി കാട്ടുകിഴങ്ങുകൾ വേവിച്ചെടുത്ത് ബ്രാഹ്മണ രൂപത്തിൽ വന്ന് ശിവന്റെ വിശപ്പ് ഇല്ലാതാക്കിയോ? ആ കാട്ടുകിഴങ്ങുകൾ വെന്താലല്ലേ കൊടുക്കാനാവൂ. അങ്ങനെ എന്നാൽ ആ കിഴങ്ങുകൾ വെന്തില്ലെന്നാണോ? ഇല്ല സീതെ, ആ കാട്ടുകിഴങ്ങുകൾ വെന്തതുമില്ല. അരുന്ധതിക്കാണെങ്കിൽ അത് ശിവന് കൊടുക്കുവാനും കഴിഞ്ഞില്ല. അതുമാത്രമല്ല, താൻ ഒരു വിധത്തിലുള്ള ആഹാരവും കഴിക്കാതെ അവസാനം ജലം പോലും കുടിക്കുവാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായില്ല. 12 വർഷം കഷ്ടകാലം മാറുന്നതുവരെ, സപ്തഋഷികളും ആശ്രമത്തിലേക്ക് തിരിച്ചു വരും വരെ ബ്രാഹ്മണ വേഷം പൂണ്ടെത്തിയ പരമശിവൻ പറഞ്ഞുകൊടുത്ത പുണ്യകഥകളും കേട്ടുകൊണ്ട് തന്റെ വിശപ്പും ദാഹവും പോലും അവൾ മറന്നുപോയിരുന്നു. അങ്ങനെ എന്നാൽ അരുന്ധതി ദേവി 12 വർഷങ്ങൾ ഒരുവിധം ആഹാരവും കഴിക്കാതെ ശിവന്റെ കഥകൾ കേട്ടുകൊണ്ടിരുന്നുവോ മാതാശ്രീ? അതാണ് അരുന്ധതിയുടെ തപശക്തി. ആ ശക്തി മനസ്സിലാക്കി ശിവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഗംഗാധരന് നമോ നമഃ. നന്മയുണ്ടാവട്ടെ. 12 വർഷങ്ങൾ നാം ചൊല്ലിയ കഥകൾ കേട്ട നിന്റെ ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കുന്നു. പരമേശ്വര, 12 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അതേ അരുന്ധതി, ആ 12 വർഷം കഴിഞ്ഞു പോയപ്പോൾ ഉണ്ടായിരുന്ന കഷ്ടകാലം മാറിയിരിക്കുന്നു. ഇന്നു മുതൽ എന്നും സമൃദ്ധിയാണ്. സപ്തർഷികൾ വന്നുകൊണ്ടിരിക്കുന്നു. 12 വർഷകാലം ഞാൻ ചൊല്ലിയ കഥകൾ കേട്ടുകൊണ്ട് ഒരു തപസ് നീ ചെയ്തിരിക്കുന്നു. അരുന്ധതി, നിനക്കാവശ്യമുള്ള വരങ്ങൾ ചോദിക്കൂ. നാം നിന്റെ ആഗ്രഹം നിറവേറ്റിത്തരാം. മഹാദേവ, ഇത്രയും കാലങ്ങൾ അങ്ങ് പുണ്യകഥകൾ ചൊല്ലി എന്റെ വിശപ്പും ദാഹവും എല്ലാം അങ്ങ് നീക്കിയിരിക്കുന്നു. അങ്ങയുടെ കൃപയ്ക്ക് സാക്ഷിയായ ഈ തീർത്ഥം ബദലപാചകം എന്ന പേരിൽ പ്രസിദ്ധിയോടെ ഋഷിമുനിമാർക്ക് പ്രിയമാവട്ടെ. ഇനി 3 രാത്രികൾ കഴിഞ്ഞ് ശുദ്ധമായി ശ്രദ്ധയോടെ ഉപവാസം ചെയ്യുകയാണെങ്കിൽ
ഉപവാസം ചെയ്യുന്നവർ 12 വർഷക്കാലം വ്രതം നോക്കുന്നതിന്റെ ഫലം ലഭിക്കുന്നതാണെന്ന് വരം നൽകിയാലും. തഥാസ്തു, നിന്റെ ആഗ്രഹം നിറവേറട്ടെ. മഹാസത് ചരിത്രവാദിയായ അരുന്ധതി ദേവിയുടെ കഥ കേട്ട് എനിക്ക് ആനന്ദമുണ്ടായിരിക്കുന്നു. ഈ വിധ ശക്തികൾ സതീ പവിത്ര ദർശനൻ ദേവദാനവരാകിലും യക്ഷഗന്ധർവരാകിലും മഹാപരാക്രമിയായ മാനവരാകിലും സ്ത്രീയുടെ ചരിതം തേജസ്സായി എന്നും നിലനിൽക്കും. ഇത്തരം മഹിമ ചൊല്ലും മഹാസതി അരുന്ധതിയുടെ കഥയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ നീയും ഒരു മാതൃകയായിരിക്കണം. രാമലക്ഷ്മണ, ഇതാണ് സിദ്ധാശ്രമം. നാം യജ്ഞകങ്കണം ധരിച്ച് യാഗം ആരംഭിക്കാൻ പോകുന്നു. ഒരു തവണ കങ്കണം കെട്ടി മൗനവ്രതം നാം ആരംഭിക്കും. നിങ്ങൾ യജ്ഞവേദിയിൽ സന്നദ്ധരായി ആ രാക്ഷസന്മാർ മൂലം നടത്തുന്ന നാശത്തെ ഉന്മൂലനം ചെയ്താലും. അങ്ങനെ ആവട്ടെ മുനിവര്യ. പിതാവിന്റെ വാക്കുകളുടെ കർത്തവ്യമെല്ലാം ഞങ്ങൾ ശിരസാ വഹിച്ചു പാലിക്കുന്നു. ഈ യാഗയജ്ഞം വിജയകരമായി തീരുവാൻ വേണ്ടി ഞങ്ങൾക്ക് സർവ്വ ആശീർവാദം നൽകിയാലും. വിശ്വാമിത്ര, അയോഗ്യനായ ദശരഥപുത്രൻ ബാലകനാണെന്നേ ഞാൻ കരുതൂ. ഇവൻ എന്റെ ശക്തിയുടെ മുന്നിൽ ഒരിക്കലും സമമല്ല.